അപ്പം ഇത് നമുക്കിതാ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയിലയും കുറച്ച് മത്തിയാണ്. കുറച്ച് അയിലുണ്ട്, അയില വറക്കാനും. അതുപോലെ മത്തി നമുക്ക് കറി വയ്ക്കാം. കുഞ്ഞു മത്തികളാണ്, ചെറിയ ചെറിയ പൊടി മത്തികൾ. കുറച്ച് നാളായി മത്തിയും അയിലൊക്കെ വാങ്ങിച്ചിട്ട്. ഇവിടെ അയിലയും മത്തിയും വാങ്ങൽ കുറവാണ്. മൂന്ന് ടൈപ്പായിട്ട് മത്തി മുറിക്കാം നമുക്ക്. കണ്ടോ, തല, അതേപോലെ ഇതേപോലെ ഇതാ കുറച്ച് നല്ല നീളത്തിൽ, അതുപോലെ ഇതേ നല്ലോണം മുറിച്ചിട്ട് ഇതേപോലെ 3 തരത്തിൽ നമ്മൾ മുറിച്ചെടുക്കും. ഇതുണ്ടോ, തേങ്ങ ചെരുവിപ്പോൾ കീറിയിട്ട് പോകുമ്പോൾ അതാറുകൊണ്ട് ഭയങ്കര വേദന അവിടെ കൊള്ളുമ്പോൾ. ചെറിയ ആൾക്ക് പിന്നെ മീൻ നന്നാക്കുന്ന പരിപാടി ഒന്നും അറിയില്ല. മൂത്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മീൻ നന്നാക്കുന്ന പരിപാടിയൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. അവളുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് പൊഴിയുള്ള ദിവസം എന്നുണ്ടെങ്കിൽ മീൻ നന്നാക്കലും മീൻ കറി പരിപാടികൾ അതൊക്കെ അവൾ ഏറ്റെടുക്കും. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാവിലെ പോയപ്പോൾ ഈ കൈ വെച്ച് മമ്മി തന്നെ നന്നാക്കാതെ പറഞ്ഞിട്ടാണ് പോയത്. സാരില്ല, ഇതൊക്കെ ഇതെല്ലാം ഇതിനപ്പുറം ചാടി കിടന്നവനാണ് ഈ കെ ജോസഫ് എന്നല്ലേ.
ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ്. എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിനാഗിരിയെങ്കിലും ചേർക്കേണ്ടി വരും, കാരണം കുടംപുളിയില്ല, വാളംപുളിയില്ല. ചെറിയ മത്തി പീര വറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ വെച്ചാലും മുളകിൽ വെച്ചാലും ടേസ്റ്റ്. മാങ്ങയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്. ആ മാങ്ങ എടുത്തെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ചിക്കൻ നല്ല മുട്ട എന്ന് പറഞ്ഞ പോലെ മാങ്ങേൻ്റെ ആൾ പ്രശ്നക്കാരനാണ്. അത് മുറിയണില്ല, കൈ മുറിയോന്നായിരുന്നു എൻ്റെ പേര് പോലും. ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് അതിൻ്റെ ഒരു ഭാഗം പോലും ഞാൻ നശിച്ചാൽ ഒന്നിനും വെറുതെ ഇല്ല, എല്ലാം ചിപ്പിന് കിടക്കും. കാരണം പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒട്ടും പുളിയില്ലാത്തതുകൊണ്ട് എല്ലാം ഇതിപ്പോൾ കാണുമ്പോൾ മത്തിക്കറിയാണെന്ന് തോന്നൂല, മാങ്ങാക്കറിയിൽ മത്തിയിട്ട് വെക്കുന്ന പോലെ തോന്നുള്ളൂ കേട്ടോ. കാരണം ഈ മാങ്ങയ്ക്ക് ഒട്ടും പുളിയില്ല, പക്ഷെ നല്ല രസം കഴിക്കാൻ. അപ്പോൾ ഈ മീൻകറിയിൽ നിന്ന് ഈ മാങ്ങ എടുത്ത് തിന്നാൻ തന്നെ നല്ല രസമായിരിക്കും. മത്തിയുടെ ആ ഒരു ചുവ കിട്ടിയാറില്ലേ. ഇത് ചീത്തയും ഇതിടാൻ പറ്റില്ല. പച്ചമുളക് ഇല്ലാണ്ട് വരില്ല, പച്ചമുളകും ഇല്ല, കറിവേപ്പിലും ഇല്ല, ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല. ഉള്ളത് വെച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചങ്ങടാ ചാറ് വെക്കാം. നമ്മുടെ മത്തി മാങ്ങക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ മീൻകറി റെഡി. അയില വറുക്കാൻ വെച്ചു, അയില വറുത്ത് കഴിഞ്ഞു. മീൻകറിയിൽ വറുത്തിട്ടു, ഉള്ളി വറുത്തിട്ടു, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു രാവിലത്തെ. അങ്ങനെ ചോറും റെഡി. അപ്പോൾ ചൂടോടുകൂടി നമുക്ക് ചോറും കറികളും കഴിക്കാം.